ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന ഒരു സബ്ജക്റ്റാണ് എടുക്കുന്നത്. ഇത് സിവിലുകാരുടെ S6 സിവിൽ അവർക്ക് ഉള്ള ഒരു സബ്ജക്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ഇന്ന് മോഡ്യൂൾ 2 അതിലുള്ള ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്നൊരു പോർഷനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂന്നാമത്തെ മോഡ്യൂളിൽ ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കിലുള്ള അക്യുഡക്റ്റും സൈഫോൺ അക്യുഡക്റ്റും ഇതിൻ്റെ ഡ്രെയിനേജ് ഇതിൻ്റെ ഡിസൈനുണ്ട്. അപ്പോൾ ഡിസൈനിന് വേണ്ടി ഇത് അറിഞ്ഞിരുന്നാലേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാലേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കണ്ടൻസ് ആക്ച്വലി. അപ്പോൾ ഇതിൽ പറയുന്നത് ആക്ച്വലി ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്നും അതിലുള്ള ഓരോ പാർട്സ് എന്ന് പറഞ്ഞാൽ ടൈപ്സ്, ഏതൊക്കെ തരത്തിലുള്ളത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഉണ്ടെന്നും ഓക്കെ അതൊക്കെ നോക്കാം. അതിലുള്ള കണ്ടൻസ് ഇതൊക്കെയാണ് കണ്ടൻസ് ആക്ച്വലി. ഫസ്റ്റ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് CDW എന്ന് പറയുന്നത്, ക്യാരിങ് കനാൽ ഓവർ ഡ്രെയിൻ. അപ്പോൾ ഈ ആദ്യം കനാൽ ഓവർ ഡ്രെയിൻ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഡ്രെയിൻ, എന്താണ് കനാൽ, ഓക്കെ അത് നമുക്ക് വരാം. അക്യുഡക്റ്റ്, സൈഫൺ അക്യുഡക്റ്റ് എന്താണ്, എന്നിട്ട് ക്യാരിങ് ഈ പറഞ്ഞ കനാൽ, നേരത്തെ കനാൽ ഓവർ ഡ്രെയിൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഡ്രെയിൻ ഓവർ കനാൽ, അതിലുള്ളത് ഈ സൂപ്പർ പാസേജ്, കനാൽ സൈഫൺ. പിന്നെ മൂന്നാമത്തത് ഡ്രെയിൻ പാസിങ് ത്രൂ കനാൽ, അതിലുള്ള ലെവൽ ക്രോസിങ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. പിന്നെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് മൊത്തത്തിൽ എന്താണ് ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറാണ് ആക്ച്വലി. ഓക്കെ, ഇതൊരു എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഹ്യൂജ് സ്ട്രക്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറാണ് for carrying a canal across a natural drain or river, intercepting the canal. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു റിവർ, നാച്ചുറൽ ആയിട്ടുള്ള റിവർ അറിയാമല്ലോ, അതിനെ ഒന്നെങ്കിൽ നാച്ചുറൽ ഡ്രെയിൻ എന്നും പറയും, ഡ്രെയിൻ അല്ലെങ്കിൽ റിവർ എന്ന് പറയും. ഇവിടെ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡ്രെയിൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആലോചിച്ച് വെച്ചിരുന്നു. കനാൽ അറിയാമല്ലോ, നമ്മൾ കേട്ടിട്ടുള്ളതാണ് കനാൽ. നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് കനാൽ. വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ ഇറിഗേഷനും വേണ്ടിയും അതിനൊക്കെ വേണ്ടി സപ്ലൈ ചെയ്യുന്നതാണ് ഈ കനാൽ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് അതാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, റിവറിൻ്റെ പെർപെൻഡിക്കുലറായിട്ട്, റിവർ ഒരു സൈഡിൽ കൂടെ ഒഴുകുമ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ പറഞ്ഞ കനാൽ ഒഴുകും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ഒഴുക്കി വിടുന്നതാണ്. അത് എങ്ങനെയൊക്കെ ഒഴുക്കി വിടാം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു ആ സ്ട്രക്ചേഴ്സിനെ, ഈ പറഞ്ഞ കനാൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചേഴ്സിനെ എങ്ങനെയൊക്കെയാണ് വെള്ളം ഒഴുക്കി വിടുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലേറ്റീവ് ബെഡ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പറഞ്ഞ അടുത്തട്ട്. പിന്നെ വാട്ടർ ലെവൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ എത്രമാത്രം വെള്ളം, അതിൻ്റെ ഹൈറ്റ് എത്രമാത്രം പൊങ്ങി, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡ്രെയിന് ആൻഡ് ദ റിലേറ്റീവ് ഡിസ്ചാർജ്, ഇത് രണ്ടിനും ഈ പറഞ്ഞ ഡ്രെയിനിൻ്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ റിവറിന് അതിൻ്റെ വെള്ളത്തിന് ഒരു കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ കനാലിൻ്റെ വെള്ളത്തിനും ഒരു ഡിസ്ചാർജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് ആണ് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് മോഡ്യൂൾ 3 ഈ പറഞ്ഞ വാല്യൂസ്, ഈ പറഞ്ഞ ബെഡ് ലെവൽസ്, വാട്ടർ ലെവൽസ്, ഈ ഡ്രെയിന്, ഡിസ്ചാർജ്, ഇതൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ തരും. അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ആക്കി. ഇപ്പോൾ അതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതിൻ്റെ ടൈപ്പ് ഇനി ഓരോന്നായിട്ട് പോകാം. ഫസ്റ്റ് വണ്ണാണ് ഈ പറഞ്ഞ മെയിനായിട്ടുള്ള ക്രോസ് ഡ്രെയിനേജ് വർക്ക് ക്യാരിയിങ് കനാൽ ഓവർ നാച്ചുറൽ ഡ്രെയിൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പറയാൻ കാര്യം, ഇത് മോഡ്യൂൾ 3 വരുമ്പോൾ ഡിസൈനിൽ ഈ എസ്പെഷ്യലി ഈ പറഞ്ഞ അതിലുള്ള ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഈ സൈഫൺ അക്യുഡക്റ്റും നമ്മൾ വരാൻ പോകുന്നത്. അതിൽ ആക്ച്വലി അവർ ക്വസ്റ്റ്യനിൽ ഈ അക്യുഡക്റ്റ് ആണോ സൈഫൺ അക്യുഡക്റ്റ് ആണോ എന്ന് എടുത്ത് പറയത്തില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ നിന്നേ കിട്ടത്തുള്ളൂ ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ എന്താണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ
ചെയ്യാൻ പറ്റും, പക്ഷെ ഒന്നും മനസ്സിലാവത്തില്ല, എന്താണ് ചെയ്തതെന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. ആ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ സെക്കൻഡ് മോഡ്യൂൾ മനസ്സിലാക്കണം. അപ്പോൾ അതിലുള്ള ഫസ്റ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ കനാൽ ഓവർ നാച്ചുറൽ ഡ്രെയിൻ. ഓക്കെ, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള പിക്ചറാണ് ആക്ച്വലി. വേറെ എന്താ, ഈ ഡ്രെയിൻ കണ്ടോ? ഈ ഡ്രെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകുന്നു, എന്ന് വെച്ചാൽ റിവർ ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഈ ഒരു ഡയറക്ഷൻ, ഹൊറിസോണ്ടലായിട്ട് പോകുന്നു. കനാൽ ആക്ച്വലി പെർപെൻഡിക്കുലറായിട്ടാണ് പോകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ കനാലിൻ്റെ പുറത്തൂടെ, റിവറിൻ്റെ പുറത്തൂടെ അല്ല കനാൽ പോകുന്നത്, അതിന് ഒരു ഹൈറ്റ് ഉണ്ടാവും. ഇതൊരു പ്ലാനാണ് ആക്ച്വലി. കനാലാണ് മുകളിൽ, ഡ്രെയിനാണ് താഴെ. അതുകൊണ്ടാണ് ഈ ഡ്രെയിനിൻ്റെ ഇവിടെ വന്നപ്പോൾ ഒരു ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കണ്ടില്ല, അത് അതിൻ്റെ അടിയിലാണ്, ആയതുകൊണ്ടാണ്. അപ്പോൾ കനാൽ മുകളിൽ, ഡ്രെയിന് ഹൊറിസോണ്ടലായിട്ട് താഴെ ഒഴുകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ദി കനാൽ ഈസ് ക്യാരിഡ് ഓവർ ദ ഡ്രെയിൻ, നാച്ചുറൽ ഡ്രെയിൻ. അത്രേ ഉള്ളൂ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എന്നിട്ട് ദിസ് മേ ബി അക്കംപ്ലിഷ് ബൈ ദ ഫോളോയിങ് ടൈപ്സ്. അതാണ് ആദ്യമേ ആ കണ്ടൻസിൽ പറഞ്ഞ അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫിഗറാണ്, ഈ അക്യുഡക്റ്റിൻ്റെയും സൈഫൺ അക്യുഡക്റ്റിൻ്റെയും ഫിഗറാണ് ഈ പറഞ്ഞ ഇത്. ഞാൻ ആദ്യം ഈ ഫിഗേഴ്സ് കൊടുക്കാൻ കാര്യം, അത് ഫിഗർ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഫിഗർ തന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ. എക്സ്പ്ലെയിൻ ആദ്യം ചെയ്താൽ മനസ്സിലാവത്തില്ല, ഫിഗർ ആദ്യം പറഞ്ഞാൽ ഒരു ചെറിയ ഐഡിയ കിട്ടും. ആദ്യം അക്യുഡക്റ്റ് നോക്കാം. അക്യുഡക്റ്റ് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ പോലത്തെ ഒരു സംഭവം കണ്ടില്ല, അതിനെയാണ് ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രഫ് എന്ന് വെച്ചാൽ ഈ ഒരു വെർട്ടിക്കൽ ഇത് കണ്ടോ, അതാണ് പയേഴ്സ്, അല്ലെങ്കിൽ ഈ പില്ലർ, അല്ലെങ്കിൽ തൂണ്, അല്ലെങ്കിൽ ഒരു കോളം എന്ന് പറയില്ല, ഇങ്ങനെ സ്ട്രക്ചറിൽ ഈ ഒരു ട്രഫിനെ നിർത്തിയിരിക്കുന്നത്, ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഈ ഒരു പയേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഡ്രെയിൻ, അടിയിൽ കൂടെയാണ് ഈ പറഞ്ഞ റിവർ പോകുന്നത്. ഇതാണ് കനാലിൻ്റെ വെള്ളം. ഇത് റോഡാണ് ആക്ച്വലി. ഈ റോഡ് ആക്ച്വലി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് ആ ഒരു റോഡ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കനാലിൻ്റെ വെള്ളം ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ആക്ച്വലി റിവർ, അതെന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, HFL, ഇവിടെ ഒരു FSL. വേറൊന്നുമില്ല, HFL എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലഡ് ലെവൽ, FSL എന്ന് പറഞ്ഞാൽ ഫുൾ സപ്ലൈ ലെവൽ. തമ്മിൽ മാറിപ്പോലും എളുപ്പമാണ് ആലോചിക്കാൻ. അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റിനും വ്യത്യാസമുണ്ട്, അതിൻ്റെ ലെവലിൽ വ്യത്യാസമുണ്ട്, അത് പറയാം. ഹൈ ഫ്ലഡ് ലെവൽ അത് വാക്കിൽ തന്നെ ഉണ്ട്, നമുക്ക് ഏതിനാണ്, ഡ്രെയിനാണോ കനാലിനാണോ എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഹൈ ഫ്ലഡ് ലെവൽ, ഫ്ലഡ് എന്ന് വെച്ചാൽ ആക്ച്വലി നാച്ചുറൽ ഫിനോമിനയാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് ഈ റിവർ എന്ന് വെച്ചാൽ. അപ്പോൾ ഡ്രെയിനിന് തന്നെയാണ്, ഡ്രെയിൻ എന്ന് വെച്ചാൽ റിവർ ആണല്ലോ, ഡ്രെയിനാണ് HFL ഉള്ളത്. എന്ന് വെച്ചാൽ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ വെള്ളം ഒഴുകുന്നത്, അത് തന്നെയാണ് ഹൈ ഫ്ലഡ് ലെവൽ. മാക്സിമം ഹൈറ്റിൽ ഫ്ലഡ് ഒഴുകുന്നു, അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്നു, ഈ ഒരു റിവറിൻ്റെ വെള്ളം ഒഴുകുന്നു. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ കനാലിൽ വരുമ്പോൾ ഫുൾ സപ്ലൈ ലെവൽ. കനാലിൽ ആക്ച്വലി നമ്മൾ മനുഷ്യരാണ് ആക്ച്വലി ഈ സപ്ലൈ ചെയ്യുന്നത്, വെള്ളം അങ്ങ് ഒഴുകി വിടുന്നത് നമ്മളാണ്. ഒരു ഓപ്പറേഷൻ റൂമിൽ ഈ പറഞ്ഞ ഈ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന റൂമിൽ നിന്ന്, ഡാമിൽ നിന്നുള്ള വെള്ളമാണല്ലോ കനാലിലേക്ക് ഒഴുകി വിടുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമ്മളല്ലേ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഫുൾ സപ്ലൈ ലെവലാണ്. ഈ ഒരു ഇത്രയും ഹൈറ്റ്, ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് നിന്ന് ഫുൾ സപ്ലൈ ലെവലാണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം അക്യുഡക്റ്റ് തന്നെ പറയാം. ഓക്കെ, ഇതാണ് അക്യുഡക്റ്റിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻ പോവാം, അക്യുഡക്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അക്യുഡക്റ്റ് എന്ന് ആക്ച്വലി എന്ന് വെച്ചാൽ ഇത് ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചറാണ്, ആണല്ലോ, ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചറാണ്. വെള്ളം പാസ് ചെയ്യണമെന്നേ ഉള്ളൂ. സാധാരണ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ റോഡിൽ വണ്ടി പോകുന്നു, അങ്ങനെയാണ്. ഇത് വെള്ളത്തെ പാസ് ചെയ്യുന്നു, ഒരു ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചറാണ്. വിച്ച് ക്യാരീസ് കനാൽ ഓൺ സ്റ്റോപ്പ്. കനാലാണ് അതിൻ്റെ മണ്ടയിലുള്ളത് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി വിടാൻ. ഇറ്റ്സ് കൺസ്ട്രക്റ്റഡ് വെയർ ബെഡ് ഓഫ് ദ കനാൽ ഇസ് എബവ് HFL ഓഫ് ഡ്രെയിൻ. ഓക്കെ, അതിലേക്ക് ആ പടത്തിലേക്ക് വരാം. ബെഡ് ഓഫ് ദ കനാൽ. ഓക്കെ, ഈ ബെഡ് ഓഫ് ദ കനാൽ എന്ന് വെച്ചാൽ കനാൽ ഇതാണ്, ഈ ഒരു പോർഷനാണ്, ഈ നെറ്റിക്കിട്ടേക്കുന്ന ഈ പോർഷനാണ് കനാൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ബെഡ് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനാണ്. ഓക്കെ, ഈ ഒരു ട്രഫിൻ്റെ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആ ഒരു സ്ലാഷ് കണ്ടില്ല, അതാണ് ഈ ബെഡ് ഓഫ് കനാൽ എന്ന് പറഞ്ഞാൽ. അത് HFL ഈ പറഞ്ഞ ഡ്രെയിനിൻ്റെ HFLനെക്കാട്ടും പൊങ്ങിയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്ററാണ്. അതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. കൺസ്ട്രക്റ്റഡ് വേ ബെഡ് ഓഫ് ദ കനാൽ ഈസ് എബവ് HFL ഓഫ് ഡ്രെയിൻ. അതാണ് ഈ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയിരിക്കുന്നത്. ബെഡ് ലെവൽ ഓഫ് കനാൽ ഈസ് ഗ്രേറ്റർ ദാൻ HFL.
CBL എന്ന് വെച്ചാൽ കനാൽ ബെഡ് ലെവലാണ്. CBL is sufficiently higher than natural drain bed level. അതാണ് ഇപ്പോൾ പറഞ്ഞത്. Canal water is taken across drainage in a trough supported on piers. അതാണ് ആ ഒരു piers എന്ന് വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലേ, ആ ഒരു ആദ്യമേ പറഞ്ഞ ആ ഒരു ഈ സപ്പോർട്ട് ചെയ്ത് ഈ ട്രഫിനെ സപ്പോർട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു മിനിറ്റ്. ഈ ഒരു ടഫ് കണ്ടില്ലേ, അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് പറഞ്ഞത്. കനാൽ വാട്ടർ ഇസ് ടേക്കൻ അക്രോസ് ഡ്രെയിനേജ് ഇൻ എ ട്രഫ് സപ്പോർട്ട് ഓൺ പയേഴ്സ് ആൻഡ് ഇൻസ്പെക്ഷൻ റോഡ് ഇസ് ജനറലി പ്രൊവൈഡഡ് അലോങ് ദ ട്രഫ്. ഒരു ഇൻസ്പെക്ഷൻ റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ റോഡ് ഞാൻ നേരത്തെ കാണിച്ച റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ അക്വിഡക്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. കനാല് മുകളിൽ, ഡ്രെയിൻ താഴെ. അതാണല്ലോ നമ്മളെ ക്ലാസിഫിക്കേഷൻ ആക്ച്വലി. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഈ പറഞ്ഞ ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് കനാൽ ഓവർ നാച്ചുറൽ ഡ്രെയിൻ. അതും ബോത്ത് ഈ പറഞ്ഞ അക്വിഡക്റ്റിനും സൈഫൺ അക്വിഡക്റ്റിനും ബാധകം സെയിം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ സൈഫൺ അക്വിഡക്റ്റ് നോക്കിയാലും മതി. ഇവിടെ കനാൽ തന്നെയാണ്, ഇവിടെയും ഡ്രെയിൻ തന്നെയാണ്, ഇവിടെ അക്വിഡക്റ്റിനും അത് തന്നെയാണ്. പക്ഷേ അവിടുത്തെ വെള്ളത്തിൻ്റെ ലെവലാണ് വ്യത്യാസം. അവിടെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ സ്ട്രക്ചറിനും ചെറിയ വ്യത്യാസവും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ അക്വിഡക്റ്റ് ആണ്. ഇനി അടുത്തത് സൈഫൺ അക്വിഡക്റ്റ്. എന്താണ് ഈ സൈഫൺ അക്വിഡക്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇസ് കൺസ്ട്രക്റ്റഡ് വെൻ കനാൽ ബെഡ് ലെവൽ ഇസ് ലെസ് ദാൻ HFL ഓഫ് ഡ്രെയിൻ. ഓക്കെ, ഞാൻ ഫിഗറിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് സൈഫൺ അക്വിഡക്റ്റ് എന്ന് വെച്ചാൽ. സൈഫൺ അക്വിഡക്റ്റിൽ ഇപ്പോൾ തമ്മിൽ ഈ അക്വിഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നേരത്തെ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ FSL അത് അതേപോലെ ഉണ്ട്. ഓക്കെ, അതേ ഹൈറ്റ് തന്നെയാണ്. പക്ഷേ HFL ഈ അക്വിഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടിയില്ലേ, കുറച്ചും കൂടെ ഹൈറ്റ് ഇല്ലേ, അത് ഏതുവരെ ഉണ്ട്? ഈ നേരത്തെ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ഈ അക്വിഡക്റ്റിൻ്റെ ഒരു കണ്ടീഷൻ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഈ FSL ഓഫ് കനാലിനെക്കാട്ടും കുറവായിരുന്നല്ലോ ഈ പറഞ്ഞ HFL ഓഫ് ഡ്രെയിൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ സൈഫൺ അക്വിഡക്റ്റ് വന്നപ്പോൾ ആ HFL കൂടിയല്ലോ, ഈ പറഞ്ഞ കനാലിൻ്റെ ബെഡ് ലെവലിനെക്കാട്ടും കൂടിയല്ലോ. ഇവിടെ ആയിരുന്നത് നേരത്തെ ഇതുവരെ ആയിരുന്നു ഈ അക്വിഡക്റ്റിന്, ഇപ്പോൾ ഇവിടെയായി. അപ്പോൾ ബെഡ് ലെവൽ താന്ന് എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് നിൽക്കുന്ന ബെഡ് ലെവൽ, വെള്ളം പൊങ്ങിയെന്നേ ഉള്ളൂ. ഈ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നദിയിലുള്ള അല്ലെങ്കിൽ റിവറിലുള്ള വെള്ളം കുറച്ചും കൂടെ പൊങ്ങി, അത്രയും വെള്ളം കൂടുതലുള്ള സ്ഥലം. അതിനെയാണ് സൈഫൺ അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ സ്ട്രക്ചറൽ വ്യത്യാസം എന്ന് വെച്ചാൽ ബേസിൽ നമ്മൾ അല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണ്. ഫ്ലോറിംഗ് ഒക്കെ കൊടുക്കും, റൂഫിംഗ് ഒക്കെ കൊടുക്കും നമുക്ക്. പിന്നെ പയേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ സെപ്പറേറ്റ് ഈ കാൽക്കുലേഷനും ഉണ്ട്. ഈ പറഞ്ഞ ഡിസൈന് വരുമ്പോൾ ആദ്യമൊക്കെ ഒരു 5-6 സ്റ്റെപ്പൊക്കെ ഈ അക്വിഡക്റ്റായിട്ട് സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ഒരു 4-5 സ്റ്റെപ്പുകൾ സൈഫൺ അക്വിഡക്റ്റിൻ്റെ ഒരു സ്റ്റെപ്പുകളുണ്ട്. അതാണ് ഈ ഫ്ലോറിംഗ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യും, റൂഫിങ്ങും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ലോപ്പ് ഉണ്ട്, കണ്ടില്ല, ഇവിടെ ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡൗൺ സ്ട്രീം ബെഡ് എന്ന് പറഞ്ഞാൽ. ബെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ റിവറിൻ്റെ അടിത്തട്ട്, അതിന് അപ്സ്ട്രീം ബെഡ്, ഡൗൺ സ്ട്രീം ബെഡ്. അതാണ് U/S എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം, D/S എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം. ഓക്കെ, ഇനി ഡെഫിനിഷനിലേക്ക് വരാം. ഡെഫിനിഷൻ ഇതാണ് പറയുന്നത്. സൈഫൺ അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റഡ് വെൻ CBL ഇസ് ലെസ് ദാൻ HFL. അതാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചത്. CBL എന്ന് പറഞ്ഞാൽ കനാലിൻ്റെ ബെഡ് ലെവൽ അതേപോലെ നിൽക്കുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ HFL ഓഫ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ വാട്ടർ ഇപ്പം അതിനെക്കാട്ടും പൊങ്ങി. അതുകൊണ്ട് ഈ CBL ലെസ് ദാൻ HFL ആയിപ്പോയി. അതാണ് ഈ സൈഫൺ അക്വിഡക്റ്റ് എന്ന് പറയുമ്പോൾ. ഡ്രെയിനേജ് ബെഡ് ഇസ് യൂഷ്വലി ഡിപ്രസ്ഡ് ആൻഡ് പ്രൊവൈഡ് വിത്ത് പ്യൂക്ക ഫ്ലോർ. ഇപ്പോൾ ഓക്കെ, ഈ പറഞ്ഞ സൈഫൺ അക്വിഡക്റ്റിൽ വേറൊരു ഇതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രെയിനേജിൻ്റെ ബെഡ് എന്ന് പറഞ്ഞാൽ റിവർ ബെഡ് ആക്ച്വലി ഡിപ്രസ് ചെയ്താണ് വെച്ചേക്കുന്നത് ആക്ച്വലി. എന്നിട്ട് പ്രൊവൈഡ് പ്യൂക്ക ഫ്ലോറിംഗ് ഒക്കെ കൊടുക്കും. കുറച്ചും കൂടെ നല്ല ഫ്ലോറിംഗ് ഒക്കെയാണ് ഇതിനും കൊടുക്കുന്നത്. കാരണം നല്ല വാട്ടർ ലെവൽ കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ച് നല്ല സ്ട്രക്ചർ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഫ്ലോറിംഗ് ഒക്കെ നല്ലോണം ചെയ്യാൻ വേണ്ടി ഈ പ്യൂക്ക ഫ്ലോറിംഗ് ഒക്കെ ചെയ്യും. പ്യൂക്ക ഫ്ലോറിംഗ് ഫ്ലോസ് ആൻഡ് ഫോംസ് ബാരൽസ് ബിറ്റ്വീൻ ദ പയേഴ്സ് ടു പാസ് ഡ്രെയിൻ വാട്ടർ. ഓക്കെ, ബാരൽസ് ആക്ച്വലി ഈ ഫിഗറിൽ ഇല്ല. പക്ഷെ ബാരൽസ് ആക്ച്വലി ഒരു വെള്ളത്തിനെ തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ വെള്ളത്തിന് ഒരു ഡയറക്ഷനിലേക്ക് പാസ് ചെയ്യിപ്പിക്കാനും ഉള്ളൊരു
ഒരു ബാരിയറാണ്. ബാരൽസ്, ആ വാക്കിൽ തന്നെ ഉണ്ട്, ബാരൽസ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഇപ്പോൾ ഈ ഫിഗറിലില്ല ആക്ച്വലി, ഇങ്ങനെ ഒരു ബാരിയർ പോലെ, ഒരു ഷീറ്റ് പോലെ ഒരു സങ്കല്പിച്ചാൽ മതി. അത് അങ്ങനെ ഒരു തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഈ റിവറിലുള്ള വെള്ളം ഈ ഹൊറിസോണ്ടലായിട്ട് തന്നെ പോകാൻ വേണ്ടി, ഇതൊരു ക്രോസ് സെക്ഷനാണ് ആക്ച്വലി. ഈ ഒരു രണ്ട് ഫിഗർ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് അങ്ങോട്ട് പോകാൻ, കറക്റ്റ് ആ ഡാഷിന് പോകാൻ വേണ്ടി ബാരൽസ് പ്രൊവൈഡ് ചെയ്യും, സപ്പോർട്ടിങ് വിത്ത് ദീസ് പയേഴ്സ്. ഈ 2 പയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഡെഫിനേഷൻ പറയുന്നത്. പിന്നെ ഹൊറിസോണ്ടൽ ഫ്ലോർ ഓഫ് ദ ബാരൽ ഇസ് പ്രൊവൈഡഡ് വിത്ത് സ്ലോപ്സ് at its ends to join drainage bed on either side. ഓക്കെ, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സ്ലോപ്പ് ആണ്. ഇവിടെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല, ഇവിടെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഈ പറഞ്ഞ ബെഡ് ലെവൽസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സൈഫൺ അക്യുഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും മെയിനായിട്ടും നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ HFL, FSL ഇത് തമ്മിലുള്ള വ്യത്യാസവും, പിന്നെ ഇതിൻ്റെ സൈഫൺ അക്യുഡക്റ്റിൻ്റെയും വെള്ളത്തിൻ്റെ ലെവൽ വ്യത്യാസം. വെള്ളത്തിൻ്റെ ലെവൽ മാറുന്ന ആക്ച്വലി ഈ പറഞ്ഞ റിവറിൻ്റെ വെള്ളവുമാണ്. അക്യുഡക്റ്റ് വന്നപ്പോൾ ഈ കനാലിൻ്റെ ബോട്ടത്തെക്കാട്ടും താഴെയാണ് നിൽക്കണം, ആ റിവറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. പക്ഷേ സൈഫണിൽ വന്നപ്പോൾ അതിനെക്കാട്ടും പൊങ്ങിയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കനാലിൻ്റെ ബെഡ് ലെവലിനെക്കാട്ടും കുറച്ചുകൂടെ പൊങ്ങിയിരിക്കുന്നത്. എന്നാൽ റിവറിലെ വെള്ളം പൊങ്ങി, അതാണ് സൈഫൺ അക്യുഡക്റ്റ് പറയുന്നത്. പിന്നെ ഒരു ഫ്ലോറിങ്ങും കാര്യങ്ങളും പ്യൂക്ക ഫ്ലോറിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബെഡ് ലെവൽ കണക്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സൈഫൺ അക്യുഡക്റ്റിനുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും കമ്പാരിസൺ ചോദിച്ചാൽ അങ്ങനെ എഴുതാം. അപ്പോൾ അതാണ് ആ 2 എണ്ണം. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷന് കഴിഞ്ഞ് അതാണ് ഇവനെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ക്യാരിയിങ് കനാൽ ഓവർ ദ നാച്ചുറൽ ഡ്രെയിൻ. നാച്ചുറൽ ഡ്രെയിൻ ഇതാണ്, കനാൽ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് പോകുന്നു. അതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി ഗസ് ചെയ്യാന്നേ ഉള്ളൂ. അടുത്തതെന്ന് വെച്ചാൽ ഡ്രെയിൻ ഓവർ കനാലാണ്, അതാണ് അടുത്തത്. അത് തന്നെയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ക്യാരിയിങ് നാച്ചുറൽ ഡ്രെയിൻ ഓവർ ദ കനാൽ. എന്ന് വെച്ചാൽ റിവറിൻ്റെ അടിയിലാണ് കനാൽ പോകുന്നത്. റിവർ ആക്ച്വലി മുകളിലും കനാൽ ആക്ച്വലി താഴെയാണ്. അതാണ് ഈ പറഞ്ഞ അടുത്ത ക്ലാസിഫിക്കേഷൻ. ഇൻ ദിസ് ടൈപ്പ് നാച്ചുറൽ ഡ്രെയിൻ ഈസ് ക്യാരിഡ് ഓവർ ദ കനാൽ. കനാലിൻ്റെ മുകളിലാണ് നാച്ചുറൽ ഡ്രെയിൻ ക്യാരി ചെയ്യുന്നത്. അതാണ് ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഡ്രെയിൻ കണ്ടോ, ഡ്രെയിൻ മുകളിലാണ് പോകുന്നത്. നേരത്തെ ഇവിടെ കനാലായിരുന്നു, കനാലാണ് അടിയിലോട്ട് ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് പോകുന്നത്. ഡ്രെയിനാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്, കനാൽ അടിയിലാണ്. അതുകൊണ്ടാണ് ഈ ഡോട്ടഡ് ലൈൻസ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അതാണ് ഇത്. ഇനി ഇതിലുള്ള 2 എണ്ണമാണ് ഈ പറഞ്ഞ സൂപ്പർ പാസേജും സൈഫണും. ആക്ച്വലി ഇത് ജസ്റ്റ് ഇതിൻ്റെ തിയറി മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ഇല്ല, K2 സിലബസ് അനുസരിച്ച് ഇതിൻ്റെ ഡിസൈൻ ഇല്ല. പക്ഷേ തിയറിയെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ഫിഗറും കാര്യങ്ങളും നേരത്തെ പോലെ തന്നെയാണ്. HFL, FSLും എപ്പോഴും ആലോചിക്കുക, കനാലിനാണ് FSL വരുന്നത്. ഫുൾ സപ്ലൈ ചെയ്യുന്ന കനാൽ. ഈ പറഞ്ഞ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് സംഭവമാണ്. അപ്പോൾ നാച്ചുറൽ ഫിനോമിന ഉണ്ടാകുന്നതാണ് ഫ്ലഡ്, അതുകൊണ്ടാണ് ഹൈ ഫ്ലഡ് ലെവൽ. അപ്പോൾ അതങ്ങനെയാണ്. അതിപ്പോൾ അത് ഏത് തിരിഞ്ഞു വന്നാലും, എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് താഴെ പോയാലും കനാല് മുകളിൽ പോയാലും അല്ലെങ്കിൽ തിരിച്ച് വന്നാലും ആ HFL ഈ പറഞ്ഞ FSLും മാറൂല. കനാലിന് ഈ പറഞ്ഞ ഫുൾ സപ്ലൈ ലെവലും ഡ്രെയിനേജിന് ഹൈ ഫ്ലഡ് ലെവലും ആയിരിക്കും. അതാണ് ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. സൂപ്പർ പാസേജാണ്, രണ്ടാമത് സൈഫണാണ്. ഈ ഫിഗറിൽ സെയിം മറ്റേതുപോലെ തന്നെ സ്ട്രക്ചർ വ്യത്യാസം എന്നേ ഉള്ളൂ, റോഡൊന്നുമില്ല. ആക്ച്വലി ഇത് രണ്ടിനും റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം റിവറിൻ്റെ മണ്ടയിൽ കൂടെ റോഡൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യും, പക്ഷേ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടി. റോഡൊന്നും ആക്ച്വലി വേറെ ഒന്നുമില്ല, ഇൻസ്പെക്ഷന് വേണ്ടി. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ, സ്ട്രക്ചർ സ്റ്റെബിലിറ്റി നല്ലതാണോ, ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ സ്ട്രക്ചറിന് എന്തെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു സ്ട്രക്ചറിന് വീക്കാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ആ റോഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നേരത്തെ അക്വിഡക്റ്റിലും സൈഫൺ അക്വിഡക്റ്റിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല, കാരണം മുകളിൽ റിവറാണ്, റിവറിൻ്റെ മണ്ടേ കൂടെ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ അടിയിലും പറ്റൂല, അടിയിൽ പാടാണ്, അപ്പോൾ പറ്റൂല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ കനാലാണ് അടിയിൽ കൂടെ പോകുന്നത്, കനാൽ. ഇവിടെ ഡ്രെയിനേജ് പോകുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഡോട്ടായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ, കാരണം ഇത് ക്രോസ് സെക്ഷനാണ്. ഇതേപോലെ തന്നെ ഇവിടെ സൈഫണിലും അതേപോലെയാണ്. കണ്ടത് സൈഫണിൽ വന്നപ്പോൾ FSLൻ്റെ
സൈഫണിൽ വന്നപ്പോൾ FSLൻ്റെ വാല്യൂ ആണ് കൂടി വന്നത്. ഈ പറഞ്ഞ ഡ്രെയിനിൻ്റെ വാല്യൂ, ഈ ഡ്രെയിനിൻ്റെ വെള്ളം അതേപോലെയാണ് നിൽക്കുന്നത്. FSLൻ്റെ വാല്യൂ ഇങ്ങനെ ഈ പറഞ്ഞ ഇതിൻ്റെ ബോട്ടത്തെക്കാട്ടും കൂടി, നേരത്തെ ഈ ബോട്ടത്തെക്കാട്ടും താഴെയായിരുന്നു. ഇത് തന്നെയാണ് മറ്റേതിലും ഉള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. സൂപ്പർ പാസേജ് ആയാലും സൈഫണിലായാലും ഡെഫിനിഷൻ മറ്റേ അക്യുഡക്റ്റും ഈവൻ സൈഫൺ അക്യുഡക്റ്റിൻ്റെ ഡെഫിനിഷൻ ഒന്നാണ്. അതിൻ്റെ കനാലും ഡ്രെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നൊരു വ്യത്യാസമേ ഉള്ളൂ. വെൻ FSL ഓഫ് കനാൽ is sufficiently below the bottom of drain trough. അതാണ് നേരത്തെ പറഞ്ഞത്. FSL ഓഫ് കനാലിൻ്റെ FSL ഡ്രെയിനിൻ്റെ ട്രഫിനെക്കാട്ടും താഴെയാണ് നിൽക്കുന്നത് അല്ലേ? നോക്കൂ, ഡ്രെയിൻ ട്രഫിനെക്കാട്ടും താഴെയാണ് നിൽക്കുന്നത് കനാലിൻ്റെ FSL ഓഫ് കനാൽ. ഡ്രെയിനിൻ്റെ ട്രഫ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇതാണ്, അതിനെക്കാട്ടും താഴെയാണല്ലോ, അതാണിത്. റിവേഴ്സ് ഓഫ് ആൻ അക്യുഡക്റ്റ് ആണ്. ഇൻസ്പെക്ഷൻ റോഡ് ക്യാൻ ബി പ്രൊവൈഡ്, ഞാൻ പറഞ്ഞതാണ് നേരത്തെ. അലോങ് ദ കനാൽ ആൻഡ് ദ സെപ്പറേറ്റ് ബ്രിഡ്ജസ് പ്രൊവൈഡ് ഫോർ ദ റോഡ് വേ. ഒരു സെപ്പറേറ്റ് ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കനാൽ സൈഫൺ, ഇതിനല്ലെങ്കിൽ സൈഫൺ എന്നും വെറുതെ സൈഫൺ എന്നും വിളിക്കും, കനാൽ സൈഫൺ എന്നും വിളിക്കും. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നേരെ തിരിച്ച് ഈ പറഞ്ഞ സൈഫൺ അക്യുഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. വെൻ FSL ഓഫ് കനാൽ ഈസ് ഹയർ ദാൻ ദ ഡ്രെയിനേജ് ബെഡ് ലെവൽ, അല്ലെങ്കിൽ ട്രഫ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ കണ്ടില്ലേ, ഇതാണ് ഡ്രെയിനേജ് ബെഡ് ലെവൽ അല്ലെങ്കിൽ ട്രഫ് തന്നെയാണ്. അതിനെക്കാട്ടും കൂടിയല്ലോ ഈ പറഞ്ഞ FSL കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ കൂടിയല്ലോ, അതിനെക്കാട്ടും ബെഡ് ലെവലിനെക്കാട്ടും മറ്റേ ഈ ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവലിനെക്കാട്ടും കൂടിയല്ലോ. അത് തന്നെയാണ് ആ ഡെഫിനിഷൻ. അപ്പോൾ അത് രണ്ടും പഠിക്കാൻ എളുപ്പമായി, പിന്നെ കമ്പയർ ചെയ്ത് പഠിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടുമായി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ മണ്ടേ കൂടെ കനാല് പോകുന്നു. രണ്ടാമത് കനാല് ഇപ്പോൾ താഴെ നിന്ന് പോകുന്നു, റിവറിൻ്റെ താഴെ നിന്ന് പോകുന്നു. ഇനിയെന്ന് വെച്ചാൽ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്ക് അഡ്മിറ്റിംഗ് ദ ഡ്രെയിൻ വാട്ടർ ഇൻ ടു ദ കനാൽ. ഇനി ഡ്രെയിനേജ് വാട്ടർ ഇൻ ടു ദ കനാൽ, റിവറിലെ വെള്ളം കനാലിലേക്ക് കടത്തി വിടുന്നു. നേരത്തേക്ക് കടത്തി വിടുന്നില്ല, നമ്മൾ അതിങ്ങനെ പൊക്കി കെട്ടി ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തേക്കണം. ഇനിയുള്ളത് വെള്ളം അതിലേക്ക് കടത്തി വിടാം, റിവറിലുള്ള വെള്ളം കനാലിലേക്കും കടത്തി വിടാമെന്നുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇനിയുള്ളത്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അതാണ് ആദ്യം പറഞ്ഞത്. ഇൻ ദിസ് ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ദി കനാൽ വാട്ടർ ആൻഡ് ദ ഡ്രെയിൻ വാട്ടർ ആർ അലൗഡ് ടു ഇൻ്റർമിങ്കിൾ വിത്ത് ഈച്ച് അതർ. എന്ന് പറഞ്ഞാൽ ഇൻ്റർമിങ്കിൾ, ആ ഒരു മിക്സ് ചെയ്യുന്നു. കനാലിലെ വെള്ളവും ഈ ഡ്രെയിനേജ് വെള്ളവും ഈ റിവറിൻ്റെ വെള്ളവും കൂടെ മിക്സ് ചെയ്യുന്നു. ആദ്യത്തേതാണ്, ഫോളോയിങ് ടൈപ്സ് ഉണ്ട്. ആദ്യത്തേതാണ് ലെവൽ ക്രോസിങ്. ഓക്കെ, ഈ ഡ്രെയിനും ഇൻ ടു ദ കനാൽ, അതിലുള്ള ആദ്യത്തേതാണ് ലെവൽ ക്രോസിങ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ആക്ച്വലി ഇതാണ് ഫിഗർ ആദ്യം മനസ്സിലാക്കാം, എന്നിട്ടേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ചോദിച്ചാലായി അങ്ങനെ ചോദിക്കാം, തിയറി ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഇവിടെ കനാൽ ഇങ്ങനെ പോകുന്നു, ഡ്രെയിൻ ഇങ്ങനെ പോകുന്നു. ഇത് മുകളിൽ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലൊന്നുമല്ല, ഒരേ ലെവലിലാണ്. കനാലും ഡ്രെയിനും ഇപ്പോൾ ഒരേ ലെവലിലാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നിൻ്റെ മുകളിലോ അങ്ങനെയൊന്നുമല്ല, ഒരേ ലെവലിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളം മിക്സ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കനാലും ഈ പറഞ്ഞ റിവറും അല്ലെങ്കിൽ ഡ്രെയിനും ഒരേ ലെവലിലാണ്, അതിലുള്ള ഓരോന്നിലുള്ള വെള്ളം ഒഴുകണം. അപ്പോൾ ഇതാണ് കനാൽ. ഹൊറിസോണ്ടലിൽ പോകുന്ന കനാലും വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പോകുന്നത് ഡ്രെയിന്. ഇവിടെ ഒരു പോർഷൻ കണ്ടു, ക്രസ്റ്റ് എന്ന് വെച്ചൊരു പോർഷൻ കണ്ടു. പിന്നെ ഇവിടെ ക്രോസ് റെഗുലേറ്റർ, ഇവിടെ വെറും റെഗുലേറ്റർ. ഓക്കെ, അതാദ്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഡെഫിനേഷനിലേക്ക് പോവാം. ഡെഫിനേഷൻ പറയുന്നത് ക്രോസ് ലെവലിംഗ് എന്ന് വെച്ചാൽ പ്രൊവൈഡഡ് വെൻ ബെഡ്സ് ഓഫ് ദ കനാൽ ആൻഡ് ദ ഡ്രെയിൻസ് ആർ പ്രാക്ടിക്കലി അറ്റ് ദ സെയിം ലെവൽ. ഓക്കെ, അത് തന്നെ പറയുന്നത്, ബെഡ്സ് ഓഫ് ദ കനാൽ ആൻഡ് ദ ഡ്രെയിൻ. ഈ പറഞ്ഞ കനാലിൻ്റെയും ഈ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ റിവറിൻ്റെയും ഡ്രെയിനേജിന് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാര്യം ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് റിവർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ഡ്രെയിൻ എന്നാണ് യൂസ് ചെയ്യുന്നത്, ഡ്രെയിൻ അല്ലെങ്കിൽ ഡ്രെയിനേജ് എന്നാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കനാലും ഡ്രെയിനിൻ്റെയും ലെവൽ ഒരേ രീതിക്കാകുമ്പോഴാണ് ഈ ഒരു ലെവൽ ക്രോസിങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടല്ല പേരിൽ തന്നെയാണ് ലെവലായിട്ടുള്ള ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ്. നേരത്തെ ഫിഗറിൽ മറ്റേ ക്രോസ് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അതിൽ എന്തൊക്കെയുണ്ട്? ഈ കൺസിസ്റ്റ് ഓഫ് എ ക്രസ്റ്റ്, അതാണ് നേരത്തെ ആദ്യം കാണിച്ച ക്രസ്റ്റ് വിത്ത് ഇറ്റ്സ് ടോപ്പ് അറ്റ് കനാൽ FSL ടോപ്പിലാണ് അക്രോസ് ഡ്രെയിൻ അറ്റ് ദ അപ്സ്ട്രീം ഓഫ് കനാൽ. അപ്സ്ട്രീം ഓഫ് ഫിഗറിൽ നോക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രോസ് റെഗുലേറ്റർ ഉണ്ട്,
ക്രോസ് റെഗുലേറ്റർ ഓക്കെ, അത് അടുത്തതാണ്. ഇവിടെ ഒരു റെഗുലേറ്ററും ഉണ്ട്, ഒരു ക്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ക്രസ്റ്റ് എന്ന് ആക്ച്വലി ഡ്രെയിനിന് അക്രോസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. വേറെ ഒന്നുമില്ല. ഞാൻ ആ ഡെഫിനേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിയറി ആ പറയുന്നതിന് മുമ്പേ മെയിനായിട്ട് കാര്യം പറയാം. വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, ഡ്രെയിനിൽ നിന്നുള്ള വെള്ളം ഒഴുകുന്നു ആവശ്യമുള്ള സമയത്ത് മാത്രം. എന്ന് വെച്ചാൽ റെയിനി സീസൺ ആകുമ്പോൾ സാധാരണ നമുക്ക് വെള്ളം കൂടുതൽ ഒഴുകി വിടണ്ട, സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് തടഞ്ഞു നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഡ്രെയിനിൻ്റെ വെള്ളം ഇവിടെ തടഞ്ഞ് റെഗുലേറ്ററിൽ വേറെ ഷട്ടറൊക്കെ ഉണ്ട്. ഷട്ടറാണ് ഈ ബ്ലാക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെഗുലേറ്ററിൽ തടഞ്ഞു നിർത്തും. ആ സമയത്ത് കനാലിലെ വെള്ളം ഒഴുകി വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനിഷനിലേക്ക് പോവാം. അടുത്ത പോയിന്റ് പറഞ്ഞാൽ റെഗുലേറ്റർ വിത്ത് ക്വിക്ക് ഫോളിംഗ് ഷട്ടർ അക്രോസ് ദ ഡ്രെയിൻ അറ്റ് ഇറ്റ്സ് ഡൗൺ സ്ട്രീം ജംഗ്ഷൻ വിത്ത് കനാൽ. അതാണ് അവിടെ പറയുന്നത്. റെഗുലേറ്റർ വിത്ത് ക്വിക്ക് ഫോളിംഗ് ഷട്ടർ ഒരു റെഗുലേറ്ററാണ് ആ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ സ്ട്രക്ചർ ഇവിടെ, ഈ സ്ട്രക്ചർ. അപ്പോൾ അതാണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എന്ന് വെച്ചാൽ എന്താണ് പറയണത്, കൺസിസ്റ്റ് ഓഫ് ക്രസ്റ്റ് വിത്ത് റെഗുലേറ്റർ വിത്ത് ക്വിക്ക് ഫോളിംഗ് ഷട്ടർ അക്രോസ് ദ ഡ്രെയിൻ. അതായത് ഒരു പെട്ടെന്ന് ഫോളോ ചെയ്യുന്ന ഷട്ടറുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫോളോ ചെയ്യുന്ന കാര്യം റിവറിലെ കറണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും കമ്പയറിങ് വിത്ത് കനാലിൽ ഒരു ഡിസ്ചാർജ് ഉണ്ട്, എന്നാൽ അതിനെക്കാട്ടും കൂടുതലായിരിക്കും റിവറിൻ്റെ ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ക്വിക്കായിട്ട് ഫോളോ ചെയ്യുന്ന ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റ് ദ ഡൗൺ സ്ട്രീം ജംഗ്ഷൻ ഓഫ് ദ കനാൽ. എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഏത് അപ്പ് സ്ട്രീം ഏതെന്ന് പറഞ്ഞുതരാം. കനാൽ ഇങ്ങനെയാണ്, കനാലിൻ്റെ അപ്പ് സ്ട്രീം ഈ പോർഷനാണ്. ഓക്കെ, പ്ലസ് ഇട്ടേക്കുന്നത് ഞാൻ. കനാലിൻ്റെ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് മൈനസ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺ സ്ട്രീമാണ്. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കനാലിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ കനാലിൻ്റെ ഈ സൈഡാണ്. ഈ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു റെഡ് കളർ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് അതാണ് കനാലിൻ്റെ ഡൗൺ സ്ട്രീം. അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ഇട്ടേക്കുന്നതാണ്, എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ വരുന്ന ഭാഗം. അങ്ങനെയാണല്ലോ നമ്മൾ ക്രോസ് സെക്ഷൻ നമുക്ക് നേരത്തെ നോക്കിയപ്പോഴും അക്യുഡക്റ്റ് പഠിച്ചപ്പോഴും സൈഫൺ അക്യുഡക്റ്റ് പഠിച്ചപ്പോഴും കണ്ടത്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തൊന്നുമില്ല. ക്രോസ് റെഗുലേറ്റർ ഇസ് പ്രൊവൈഡഡ് എക്രോസ് കനാൽ അറ്റ് ഇറ്റ്സ് ഡൗൺ സ്ട്രീം ജംഗ്ഷൻ വിത്ത് ഡ്രെയിൻ. ഓക്കെ, അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രോസ് റെഗുലേറ്റർ എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഡ്രെയിനിൻ്റെ അപ്സ്ട്രീം എന്ന് വെച്ചാൽ ഈ സെയിം ഈ ഡ്രെയിനിൻ്റെ അപ്സ്ട്രീം എവിടെയാണ്? ഈ സെയിം ഇത് തന്നെയാണ്, ഈ കനാലിൻ്റെ അപ്സ്ട്രീം പോർഷൻ തന്നെയാണ്. നമ്മളിങ്ങനെ തിരിച്ച് നോക്കണം. ഡ്രെയിനിൻ്റെ ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഈ പോർഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതല്ലേ ക്രോസ് റെഗുലേറ്റർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കനാലിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് ഈ ഡ്രെയിനിൻ്റെ ഡൗൺ സ്ട്രീമിലല്ലേ ഇരിക്കുന്നത്. അതാണ് ആ ഒരു ഡെഫിനിഷൻ. ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫിഗർ വെച്ച് മാക്സിമം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നേ ഉള്ളൂ, നമ്മളതായിട്ട് രീതിയിൽ കാര്യം മനസ്സിലാക്കി എഴുതാവുന്നേ ഉള്ളൂ. അതാണ് ആ ഒരു സെൻറ്റൻസ് പറയുന്നത്. പിന്നെ ഇതാണ് ഡ്യൂറിങ് ഡ്രൈ സീസൺ ആണെങ്കിൽ ഡ്രെയിൻ റെഗുലേറ്റർ, ഡ്രെയിനിലുള്ള റെഗുലേറ്റർ അതെന്ന് പറഞ്ഞാൽ വെറും ആ ഒരു ഡ്രെയിൻ റെഗുലേറ്റർ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അത് ഈസ് കെപ്റ്റ് ക്ലോസ്ഡ് ആൻഡ് ദ കനാൽ റെഗുലേറ്റർ ഓപ്പൺസ്. കനാൽ റെഗുലേറ്റർ ഓപ്പൺ ചെയ്യും. കാരണം ഡ്രൈ സീസണിൽ നമുക്ക് ഈ പറഞ്ഞ റിവറിലുള്ള വെള്ളം വേണ്ട, കനാലിലുള്ള വെള്ളം മതി. കാരണം കനാലിലുള്ള അഗ്രികൾച്ചർ കാര്യങ്ങൾ, ഇറിഗേഷൻ കാര്യങ്ങൾക്ക് വേണ്ടത്. ഡ്രൈ സീസൺ സമ്മർ ആലോചിച്ചാൽ മതി. സമ്മറിൽ ക്രോപ്സ് വാടും, എന്ന് പറഞ്ഞാൽ ക്രോപ്സ് എല്ലാം ഉണങ്ങിപ്പോവും. അപ്പോൾ കനാലിലെ വെള്ളം ആവശ്യമാണ്. ഈ റെയിനി സീസൺ ആകുമ്പോൾ കനാലിലെ വെള്ളം ഈ പറഞ്ഞ ഈ ഫീൽഡിലേക്കും വരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി മഴയുണ്ട്, വെള്ളമുണ്ട്. അതുകൊണ്ട് കനാലിലത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് റിവറിലെ വെള്ളം കടത്തി വിടണം. കാരണം റിവറിലെ വെള്ളം എന്ന് പറയുമ്പോൾ അത്ര ഇതായിട്ടുള്ള വെള്ളം അല്ലല്ലോ. അപ്പോൾ അതങ്ങ് കടത്തി വിടണം. അപ്പോൾ അത് കടത്തി വിടാണ്ട് ഡ്യൂറിങ് ദ ഫ്ലഡ്സ് ഡ്രെയിൻ റെഗുലേറ്റർ ഇസ് ഫുള്ളി ഓപ്പൺഡ്, മറ്റേത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അത്. ഈ പറഞ്ഞ ലെവൽ ക്രോസിങ്. രണ്ടാമത്തെയാണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഈ പറഞ്ഞ ഡ്രെയിൻ ഇൻ ടു ദ കനാൽ, ഡ്രെയിനിലുള്ള വെള്ളം കനാലിലേക്ക് കടത്തി വിടുമ്പോഴുള്ള രണ്ടാമത്തതാണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. ഇതാണ്. ഇത് ആക്ച്വലി ഒരു ഫിഗറാണ്. ആക്ച്വലി വേറൊരു ഫിഗറുണ്ട്, അതിൽ ഇൻക്ലൂഡഡ് അല്ല. അത് കട്ട് ഓഫ് എന്നൊരു ഫിഗറാണ്. ഇതെന്ന് വെച്ചാൽ പൈപ്പിങ്ങിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫിഗറാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു കനാലുണ്ട്. ഓക്കെ, കനാലിൽ FSL ഒരു ഹൈറ്റിലുണ്ട്, FSL ഒരു ഹൈറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡ്രെയിൻ ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ റിവറിൽ വെള്ളം ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ
ഇവിടുത്തെ വേറെ ഒന്നുമില്ല, ഇവിടുത്തെ വെള്ളം അങ്ങ് ഇവിടെ നിന്ന് ഒഴുകി വിടുന്നു. അതാണ് കോൺസെപ്റ്റ്, മെയിനായിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് ഡെഫിനേഷൻ പറയുന്നത്. ആൻ ഇൻലെറ്റ് ഇസ് ആൻ ഓപ്പൺ കട്ട്. ഓപ്പൺ കട്ടല്ല ഇത് ആക്ച്വലി, ഓർ എ പൈപ്പ്. ഇവിടെ കൊടുത്തേക്കുന്ന ഫിഗർ എന്ന് വെച്ചാൽ പൈപ്പാണ്, ഓപ്പൺ കട്ടല്ല കൊടുത്തേക്കുന്നത്, അത് ഇൻക്ലൂഡഡ് അല്ല. ഇതൊരു പൈപ്പാണ്. എ പൈപ്പ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ഇൻ എ കനാൽ ബാങ്ക് ടു അഡ്മിറ്റ് ഡ്രെയിൻ വാട്ടർ ഇൻ ടു കനാൽ. ഓക്കെ, ഡ്രെയിനേജിലുള്ള വാട്ടർ അല്ലെങ്കിൽ റിവറിലുള്ള വാട്ടർ കനാലിലേക്ക് കടത്താൻ വേണ്ടിയാണ് പൈപ്പ് കൊടുത്തേക്കുന്നത്. ആൻ ഇൻലെറ്റ് മേ ബി പ്രൊവൈഡഡ് ഫോർ എ സ്മോൾ ഡ്രെയിൻ കമ്മിങ് അക്രോസ് എ കനാൽ ഇഫ് ദ ബെഡ് level of the drain is slightly higher or lower than the canal FSL and does not carry a heavy load of silt. വേറെ ഒന്നുമില്ല, അത് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ലെവൽ കണ്ടാലേ മനസ്സിലാവും, ഈ റിവറിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് ആക്ച്വലി FSLൻ്റെ ഹൈറ്റ് അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ റിവറിലുള്ള വെള്ളം ഇങ്ങനെ കടത്തി ഇവിടേക്ക് കൊടുക്കും. പക്ഷേ അത് കൊടുക്കുമ്പോൾ ഈവൻ റിവറിലുള്ള ഈ സിൽറ്റും കാര്യങ്ങളൊന്നും ഹെവി ലോഡായിട്ട് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഇത് ഇവിടെയും കൂടെ ഈ കനാലിലും കൂടെ വരും സിൽറ്റ്, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പൈപ്പ് അങ്ങ് ബ്ലോക്ക് ആവും, പിന്നെ പണിയാണ്. അതുകൊണ്ട് അതും കൺസിഡർ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതായി. ഇനി ലാസ്റ്റ് പോയിന്റ്, ഇഫ് ദ ഡ്രെയിൻ വാട്ടർ അഡ്മിറ്റഡ് ഇൻ ടു ദ കനാൽ. ഇപ്പോൾ റിവർ വാട്ടർ കനാലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ത്രൂ ആൻ ഇൻലെറ്റ് ഡിസ്ചാർജ് ചെയ്ത് ഇൻലെറ്റ് കൊടുക്കുകയാണ് ത്രൂ ആൻ ഔട്ട്ലെറ്റ് എന്നിട്ട് ഡിസ്ചാർജ് ത്രൂ ആൻ ഔട്ട്ലെറ്റ്. എന്നിട്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിട്ടില്ല പിക്ചറിൽ, പക്ഷെ ഒരു കനാലിൽ കൊടുത്തിട്ട് ഔട്ട്ലെറ്റ് കൊടുക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ കനാലിലുള്ള വെള്ളം പിന്നീട് ഒരു ഔട്ട്ലെറ്റിലേക്ക് പോകുമല്ലോ. അപ്പോൾ an outlet provided at a suitable site a little downstream along the canal. The arrangement is called inlet and outlet canal. Inlet and outlet അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഡ്രെയിൻ ചെയ്യുന്നു കനാലിലേക്ക് വെള്ളം പോകുന്നു. ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സങ്കല്പിക്കുക, അപ്പോൾ ഇവിടുത്തെ വെള്ളം ഔട്ട്ലെറ്റിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നു. ഏത് സൂറ്റബിൾ ആയിട്ടുള്ള സൈറ്റ്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഇറിഗേഷൻ സൈറ്റ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഔട്ട്ലെറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അതാണ് കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷൻ. ഈ പറഞ്ഞ ക്രോസ് ഡ്രെയിനേജ് വർക്ക് അഡ്മിറ്റിംഗ് ഡ്രെയിൻ വാട്ടർ ഇൻ ടു ദ കനാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഈ 3 കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ക്യാരിയിങ് കനാൽ ഓവർ ഡ്രെയിൻ ഓവർ കനാൽ, ഡ്രെയിൻ പാസിങ് ത്രൂ കനാലിൻ്റെ അതിൻ്റെ ഓരോന്നിൻ്റെ അക്വഡക്റ്റ് ആയാലും സൈഫൺ അക്വഡക്റ്റ് ആണെങ്കിലും അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അക്വഡക്റ്റും സൈഫൺ അക്വഡക്റ്റും. പിന്നെ സൂപ്പർ പാസേജ്, കനാൽ സൈഫൺ അല്ലെങ്കിൽ സൈഫൺ എന്ന് വിളിക്കാം, ലെവൽ ക്രോസിങ്, പിന്നെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് വെച്ചാൽ. ഇനി ലാസ്റ്റ് ഒരു ഇതും കൂടെ ഉള്ളൂ, അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്വഡക്ട്സ് ആൻഡ് സൈഫൺ അക്വഡക്ട്സ്. അതും കൂടെ ആകുമ്പോൾ ഇന്നത്തെ പോർഷൻ തീരും. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അക്വഡക്ട്സ് ആൻഡ് സൈഫൺ അക്വഡക്ട്സ്, അതാണ് ഇത്. അപ്പോൾ അതിന് 3 ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫിഗർ വെച്ച് മനസ്സിലാക്കാം. ടൈപ്പ് 1 ഫിഗർ ഞാൻ ആദ്യം പറയാം. ടൈപ്പ് 1 ഈ പറഞ്ഞ ബാരൽ ലെന്ത് ഞാൻ പറഞ്ഞു ഒരു ബാരേജ് പോലെയാണ്. ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യും, ഇങ്ങനെ ഒരു ബാരൽ പോലെ. എന്തിനാണ്? ഡ്രെയിനിലുള്ള എന്ന് പറഞ്ഞാൽ റിവറിലുള്ള വെള്ളം നേരെ അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടി, സൈഡിലോട്ടൊന്നും വരാതിരിക്കാൻ, റിവർ ബാങ്കിലോട്ടും ഒന്നും വരാതിരിക്കാൻ, കറക്റ്റായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു ബാരൽസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ നീളം നല്ല കൂടുതലാണ്, ഇത്രയും നീളമില്ലേ, അതുകൊണ്ട് അന്ന് നല്ല കൂടുതലായിരിക്കും. പിന്നെ കനാൽ വലിയ വ്യത്യാസം വരത്തില്ല, ഒറിജിനൽ സെക്ഷനായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യും. അതാണ് ഇനി നോക്കാൻ പോകുന്നത്. സൈഡ്സ് ആർ എർത്തൺ ബാങ്ക്സ്. ടൈപ്പ് 1 വരുമ്പോൾ ഈ കനാലിൻ്റെ സൈഡുകൾ എർത്തൺ ബാങ്ക്സ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വിത്ത് കംപ്ലീറ്റ് എർത്തൺ സ്ലോപ്സ് ആയിരിക്കും. ആൻഡ് ഒറിജിനൽ കനാൽ സെക്ഷൻ ഇസ് റീറ്റെയിൻഡ്. ഒറിജിനലായിട്ടുള്ള കനാൽ സെക്ഷൻ റീറ്റെയിൻഡ് ആയിരിക്കും, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ഇരിക്കാൻ വേണ്ടി, ആ കനാലിൻ്റെ സ്ട്രക്ചർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൈഡിലുള്ളത് എർത്തൺ ആയിട്ടുള്ള സ്ലോപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ലെന്ത് ഓഫ് കൾവേർട്ട് എന്ന് വിളിക്കും. ബാരൽസിനെ കൾവേർട്ട് എന്നും പേര് വിളിക്കും. കൾവേർട്ട് അല്ലെങ്കിൽ ബാരൽസ് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഷട്ടർ നല്ലൊരു ഷീറ്റ് പോലത്തെ സംഭവം ഇങ്ങോട്ട് ഡ്രെയിനേജിൽ നിന്ന് വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ വെള്ളത്തിന് ഒരു ഡയറക്ഷനിലേക്ക് കടത്താൻ വേണ്ടി
അപ്പോൾ അതാണത്. ലെങ്ത് ഓഫ് കൾവേർട്ട് ഓർ ബാരൽസ് ത്രൂ വിച്ച് ദ ഡ്രെയിൻ വാട്ടർ ഈസ് പാസ്ഡ് അണ്ടർ ദ കനാൽ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് നോട്ട് ഓൺലി ടു ക്യാരി ദ വാട്ടർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് പോകാൻ മാത്രമല്ല, ബട്ട് ഓൾസോ ടു ക്യാരി എർത്തൻ ബാങ്ക്സ് ഓഫ് ദ കനാൽ വിത്ത് ദിസ് സൈഡ് സ്ലോപ്സ്. ബട്ട് ഓൾസോ ടു ക്യാരി എർത്തൻ ബാങ്ക്സ് ഓഫ് ദ കനാലിൻ്റെ എർത്തൻ ബാങ്ക്സും കൂടെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സൈഡ് സ്ലോപ്സ് വിത്ത് സൈഡ് സ്ലോപ്സ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബാരൽസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കൾവേർട്സ് പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 2 പോയിന്റ് എഴുതിയാൽ മതി, ടൈപ്പ് 1 ടൈപ്പ് 2ൻ്റെ ഒരു 2 പോയിന്റ്. അതാണ് ടൈപ്പ് 1 ടൈപ്പ് ഓഫ് അക്വഡക്റ്റ് പറയുന്നത്. ഇനി ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഇപ്പം കണ്ടില്ല, ഇപ്പോൾ എൻ്റെ കൾവേർട്ട് അല്ലെങ്കിൽ ആ ബാരൽ ലെന്ത് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലെന്ത് കുറഞ്ഞു. ഇപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി ആഡ് ചെയ്യാത്ത പോയിൻ്റാണ് ഈ ലെന്തിൻ്റെ കാര്യം. ആക്ച്വലി അതങ്ങനെ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ലെന്ത് കുറച്ചും കൂടെ ചെറുതാണ്. കനാൽ കണ്ടിന്യൂസ് ഇറ്റ്സ് എർത്തൻ സെക്ഷൻ ഓവർ ദ ഡ്രെയിനേജ്. ആ എർത്തൻ സെക്ഷൻ വീണ്ടും ആണ് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ മണ്ണ് വെച്ച് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ബട്ട് ദ ഔട്ടർ സ്ലോപ്സ് ഓഫ് ദ കനാൽ ആർ റിപ്ലേസ്ഡ് ബൈ റീറ്റെയിനിങ് വോൾസ്. പക്ഷേ ഔട്ടറായിട്ടുള്ള സ്ലോപ്സ് റീറ്റെയിനിങ് വോൾസ് വെച്ചാണ് പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെയർ ബൈ റെഡ്യൂസിങ് ദ ലെങ്ത് ഓഫ് ഡ്രെയിനേജ് ബാരൽ ഓർ കൾവേർട്ട് ബൈ ദാറ്റ് മച്ച് എക്സ്റ്റെൻഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റീറ്റെയിനിങ് വോൾ ഈ പറഞ്ഞ ഔട്ട്വേർഡ് സ്ലോപ്സിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പല്ല ഇതിൻ്റെ ലെന്ത്, ഈ ഒരു ബാരൽ ലെന്ത്, അതിൻ്റെ ലെന്ത് കുറയ്ക്കാൻ പറ്റി. മച്ച് എക്സ്റ്റെൻഡ് നേരത്തെ ഫിഗർ ഉണ്ടല്ലോ, നേരത്തെ ഫിഗർ ഇത്രയും വീതിയുണ്ട്, ഇപ്പോൾ അതിനെക്കാട്ടും കുറവാണ്. അപ്പോൾ അത്രയും കുറയാൻ പറ്റി. അത്രേ ഉള്ളൂ ടൈപ്പ് 2ൻ്റെ കാര്യം. ഇനി ലാസ്റ്റ് ടൈപ്പ് 3ൻ്റെ കാര്യം. ടൈപ്പ് 3ൻ്റെ കാര്യം വേറെ ഒന്നുമില്ല. ഈ ഫിഗറാണ് ഈ അക്വഡക്റ്റിൻ്റെ ഫിഗർ. അക്വഡക്റ്റിൻ്റെ സെയിം ഫിഗർ വരച്ചാൽ മതി. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അക്വഡക്റ്റ് ആക്ച്വലി ടൈപ്പ് 3 അക്വഡക്റ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എർത്തൻ സെക്ഷൻ ഓർ കനാൽ ഈസ് ഡിസ്കണ്ടിന്യൂഡ് ആൻഡ് ദ കനാൽ വാട്ടർ ഇസ് ക്യാരിഡ് ഇൻ എ കോൺക്രീറ്റ് ട്രഫ്. ഒരു കോൺക്രീറ്റ് ട്രഫിൻ്റെ മുകളിലാണ്, ഇതാണ് കോൺക്രീറ്റ് ട്രഫാണ്. കോൺക്രീറ്റ് ട്രഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹാഷ് ഇട്ടേക്കണം, ഒരു സ്ലാൻഡിങ് ഹാഷ് ഇട്ടിരിക്കണം. അതാണ് കനാൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കനാലൊന്നും ആക്ച്വലി ട്രഫിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കനാൽ ഇസ് ഫ്ലൂം ടു ഇജക്ട് എക്കോണമി ഇൻ കൺസ്ട്രക്ഷൻ. ഫ്ലൂമിങ് എന്ന് ആക്ച്വലി എന്ന് വെച്ചാൽ ഇതിപ്പോൾ ക്രോസ് സെക്ഷനാണ്. ഇപ്പോൾ ക്രോസ് സെക്ഷന് ഇപ്പോൾ നമ്മൾ പ്ലാൻ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അക്വഡക്റ്റിൻ്റെ പ്ലാൻ ഒരു സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ പോർഷൻ, നേരെ ഇരിക്കുന്ന പോർഷൻ. ഫ്ലൂമിങ് എന്ന് വെച്ചാൽ ഇങ്ങനെയായിട്ട് വരും, ഇങ്ങനെയായിട്ട് വരും. ഈ ഒരു പോർഷനാണ് ഫ്ലൂമിങ്. ഇങ്ങനെ ഒരു വളവ് ഇങ്ങനെ വന്നില്ലേ, ഒരു കേർവ് വന്നില്ലേ, ഇങ്ങനെയാണ് ആക്ച്വലി ഈ അക്വഡക്റ്റ് ആയാലും സൈഫൺ അക്വഡക്റ്റ് ആയാലും അതിൻ്റെ പ്ലാൻ ഇരിക്കുന്നത്. ഇവിടെ ആക്ച്വലി കോൺട്രാക്ഷൻ ട്രാൻസിഷനാണ് നടത്തുന്നത്. ഇവിടെ ആക്ച്വലി എക്സ്പാൻഷൻ ട്രാൻസിഷൻ. അത് ഡിസൈൻ നമ്മൾ 3ാമത്തെ മോഡ്യൂൾ പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആക്ച്വലി ഈ കനാൽ ഇസ് ഫ്ലൂംഡ് എന്ന് പറഞ്ഞാൽ ഈ എക്കോണമി എന്ന് പറയുമ്പോൾ ലാഭമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫ്ലൂമിങ് ചെയ്യുന്നത്, കനാലിനെ ഫ്ലൂമിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ കുറിച്ച് പറയാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഏതൊക്കെ നോക്കിയെന്ന് വെച്ചാൽ ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്താണെന്നുള്ളതും, ക്രോസ് ഡ്രെയിനേജ് ക്യാരിയിങ് കനാൽ ഓവർ ഡ്രെയിൻ ഓവർ കനാൽ, ഡ്രെയിൻ പാസിങ് ത്രൂ കനാൽ, അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോന്നും എന്ന് പറഞ്ഞാൽ അതിലുള്ള അക്വഡക്റ്റ്, സൈഫൺ അക്വഡക്റ്റ് ആദ്യത്തേൻ്റെത്, രണ്ടാമത്തേൻ്റെ സൂപ്പർ പാസേജ്, കനാൽ സൈഫൺ അല്ലെങ്കിൽ സൈഫൺ, മൂന്നാമത്തേത് ലെവൽ ക്രോസിങ്, പിന്നെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്വഡക്റ്റ് ആൻഡ് സൈഫൺ അക്വഡക്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്സ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.